ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു PR. പക്ഷാഘാതം അഥവാ ഹെമിപ്ലീജിയ അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതുമൂലം ഉണ്ടാകുന്നതാണ്. 4-ൽ ഒരാൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ പറയുന്നത്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, രക്താതിമർദ്ദം, അമിതമായ കൊഴുപ്പ്, പൊണ്ണത്തടി, മാനസിക സമ്മർദ്ദം തുടങ്ങിയവയുടെ നിയന്ത്രണം കൊണ്ട് 90% സ്ട്രോക്കും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷാഘാതം പലപ്പോഴും രോഗിയെയും രോഗിയുടെ കുടുംബത്തെ ഒന്നടങ്കവും ശാരീരികമായും മാനസികമായും സാമൂഹികമായും ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ വൈദ്യന്റെയും പരിചാരകന്റെയും ഉത്തമമായ ഔഷധത്തിന്റെയും രോഗിയുടെ തന്നെയും ആത്മാർത്ഥമായ ഇടപെടലുകൾ കൊണ്ട് വളരെ വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ്. സുശ്രുത സംഹിതയിൽ രക്തവാഹി ധമനികളിൽ ഉണ്ടാകുന്ന വാതകോപമാണ് കാരണമെന്ന് കൃത്യമായി വിവരിക്കുന്നുണ്ട്. വളരെ ഉത്സാഹത്തോടെ ജീവിതം നയിച്ച ഒരു വ്യക്തി പരസഹായമില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല എന്ന അവസ്ഥ ആ വ്യക്തിയെയും വ്യക്തിയുടെ കുടുംബത്തെയും മാനസികമായി തളർത്തിയേക്കാം. പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളായ കൈകാൽ കുഴഞ്ഞു പോവുക, സംസാരം അവ്യക്തമാവുക, നാവ് കുഴയുക, ചുണ്ട് കോടിപ്പോവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പുനഃസ്ഥാപിക്കുവാൻ സാധിച്ചാൽ പക്ഷാഘാതം നമുക്ക് തടയുവാൻ സാധിക്കും. മറ്റു ലക്ഷണങ്ങളായ തീവ്രമായ തലവേദന, ജന്നി പോലെ ഉണ്ടാവുക, പെട്ടെന്നുള്ള ഛർദി എന്നിവയും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നതുമൂലവും രക്തധമനികൾ പൊട്ടി രക്തം വാർന്നു പോകുന്നതുമൂലവും പക്ഷാഘാതമുണ്ടാകാം. 4 മണിക്കൂറിനുള്ളിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാകുവാൻ സാധിക്കാതെ വന്നാൽ അത് രോഗിയുടെ ശരീരാർദ്ധത്തെ പൂർണ്ണമായും തളർത്താം. ഇപ്രകാരം പക്ഷാഘാതം ബാധിച്ച ഒരു വ്യക്തിക്ക് റീഹാബിലിറ്റേഷൻ തെറാപ്പി മാത്രമാണ് ഒരു പോംവഴി. അങ്ങനെയുള്ള ധാരാളം രോഗികൾ ആയുർവേദ ചികിത്സ തേടി ആയുർവേദ കോളേജുകളിലും മറ്റ് ആയുർവേദ ആശുപത്രികളിലും എത്താറുണ്ട്. കേവലം ഒരു റീഹാബിലിറ്റേഷൻ തെറാപ്പി എന്നതിലുപരി രോഗത്തിന് കാരണമായ സംപ്രാപ്തി വിശേഷത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിക്കുകയാണ് ആയുർവേദത്തിന്റെ രീതി. ശാരീരികവും മാനസികവുമായ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം രണ്ടാമതൊരു സ്ട്രോക്ക് വരുന്നതിനെ തടയുക എന്നതും ആയുർവേദ ചികിത്സയുടെ ലക്ഷ്യമാണ്. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പക്ഷാഘാതത്തിന്റെ വ്യാപ്തിയെ തടയുവാനോ പക്ഷാഘാതത്തെ തന്നെ പൂർണ്ണമായും പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കും. ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ആശ്രയിക്കുന്ന നാഡികളെ ശോഷിപ്പിച്ച് പൂർണ്ണമായും കർമ്മരഹിതവും ചേതനാരഹിതവും ആക്കുക എന്നതാണ് പക്ഷാഘാതത്തിന്റെ സ്വഭാവം എന്ന് ആയുർവേദ ശാസ്ത്രം കൃത്യമായി വിവരിക്കുന്നുണ്ട്. പ്രവർത്തനം നിലച്ച മാംസപേശികളെയും നാഡീഞരമ്പുകളെയും പ്രവർത്തനക്ഷമമാക്കുവാൻ ആയുർവേദ ശാസ്ത്രത്തിലെ ബാഹ്യ ചികിത്സകളായ ഉദ്വർത്തനം, ഇലക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ തുടങ്ങിയവയ്ക്ക് സാധിക്കും. തലച്ചോറിനെ ഉത്തേജിപ്പിച്ച് പോഷകം നൽകുന്ന ശിരോവസ്തി തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് പക്ഷാഘാത ചികിത്സയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. പഞ്ചകർമ്മ ചികിത്സകളായ വിരേചനം, വസ്തി, നസ്യം എന്നിവയും പക്ഷാഘാത ചികിത്സയിൽ വളരെ ഫലപ്രദമാണ്. പക്ഷാഘാതം വന്നുകഴിഞ്ഞ എത്രയും പെട്ടെന്ന് ആയുർവേദ ചികിത്സയ്ക്ക് വിധേയമാകുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവാൻ രോഗിയെ സഹായിക്കും. പക്ഷാഘാതം വന്ന രോഗികളിൽ രോഗാനുബന്ധ വിഷാദം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം വിഷാദം എല്ലാ രോഗങ്ങളുടെയും തീവ്രതയെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രോഗിക്ക് നൽകുന്ന ആത്മവിശ്വാസം വിഷാദത്തെ ചെറുക്കുവാൻ സഹായിക്കും. ആയുർവേദ ശാസ്ത്രപ്രകാരം ദ്രവ്യങ്ങൾ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഒരു രോഗത്തെ ചികിത്സിക്കാം. അതായത് രോഗത്തിന് ഹിതമായ ഔഷധങ്ങൾ കൊണ്ടും ശരീരത്തിലെ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ പരിഹരിച്ചുകൊണ്ടും കർമ്മഹാനി വന്ന അവയവത്തെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ടും ചികിത്സിക്കാം. ഈ 3 തരത്തിലുള്ള ചികിത്സാരീതികൾക്കും പക്ഷാഘാത ചികിത്സയിൽ പ്രാധാന്യമുണ്ട്. പക്ഷാഘാത ചികിത്സയുടെ ഭാഗമായി ചെയ്യുന്ന രസായന ചികിത്സകൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നാഡീക്ഷയജന്യ വ്യാധികളായ പാർക്കിൻസോണിസം, അൽഷെമിയസ് ഡിസീസ് എന്നിവയെ പ്രതിരോധിക്കുവാൻ സഹായിക്കും. മാംസപേശികളെ ബാധിക്കുന്ന സ്പാസ്റ്റിസിറ്റി കുറയ്ക്കുവാൻ ഉദ്വർത്തനം, പൊടിക്കിഴി, നാരങ്ങാക്കിഴി, ഇലക്കിഴി തുടങ്ങിയവയ്ക്ക് സാധിക്കും. പക്ഷാഘാത രോഗിയിൽ കാണപ്പെടുന്ന ഉറക്കക്കുറവ്, വിഷാദം, മൂത്രത്തിന്റെ അനിയന്ത്രിതമായ പ്രവർത്തനം എന്നിവയ്ക്ക് ആയുർവേദ ചികിത്സയിലൂടെ ഭേദമാക്കുവാൻ സാധിക്കും. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ആത്മാവ് എന്നിവയെ സമഗ്രമായി മനസ്സിലാക്കി രോഗത്തിന് കാരണമായേക്കാവുന്ന പ്രതികൂല ഘടകങ്ങളെ പരിഹരിച്ച് രണ്ടാമതൊരു സ്ട്രോക്ക് വരാതെ രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക എന്നാണ് ആയുർവേദ ചികിത്സയുടെ ഉദ്ദേശം. ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും.